ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റും. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒലിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കബഡി കളിക്കുന്ന വളവളാന്നുള്ള ശരീരം മതി. ചെസ്സിന് ബുദ്ധി വേണം. ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നതാ നീ ഇങ്ങനെ വിളിച്ചോ. എന്താ വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോടാ അവിടുന്ന്. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടും. അമ്മ വല്ലതും തിന്നാ എടുത്തു വെക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയില എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ? അച്ഛൻ ആർക്ക് വേണ്ടി കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്നാ അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു. ആന ചരിഞ്ഞു. എന്തായി എന്തായി എന്തായി? വസു, അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതിയിൽ തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ? ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. കളി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ? നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്. ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തിന് എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. സമ്മതിക്കാൻ ഒരു അന്തസ് വേണം. ഞാൻ നോക്കുന്നത് നീ അടിയാണോ? എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോരാൻ നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. എന്നാ പോവാ. നിക്കടി അവിടെ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴെന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴെന്നെ അറിയത്തില്ലേ?
എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ഏ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. ആ. മനസ്സിലെത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പൂട്ടാ, അപ്പൂട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, ഉം. കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും. അതിന്റെ കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്? നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. കാണാം. നീ തോക്കാനായിട്ട് ജനിച്ചവന് വേണ്ട കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവനാ അപ്പുകുട്ടാ. അപ്പുകുട്ടന്റെ അപ്പുക്കുട്ടാ, ആരാ അത്? അയ്യോ, അവിടെ നിൽക്കാ. നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാം, ഒരു അർജന്റ് കാര്യമുണ്ട്. എടാ അപ്പുകുട്ടാ, ദേ, ദേ. ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. ആഹാ, അത് ശരി. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരശുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോവാൻ പറ്റൂല്ലോ. പോലീസുകാര് നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കിടണം. അയാൾ ഇനിയും നാണം ഇനി കെടും. അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റിയില്ല. വേണ്ട. അതുകൊണ്ടാ ആ. നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. വാ, ഞാൻ പൊക്കോ. പോകാം. അയ്യോ, പൊക്കോ, 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 പൊക്കോ. അയ്യോ, അയ്യോ. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നേപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ? ആ, സൈക്കിൾ വാ. എടുക്കടാ. പോട്ടെ. എടുത്തത്. കുട്ടിമാം. ആ, കുട്ടിമാം. എന്താ എന്താ ഡോൾമ? कोई मौला आ रहा था। ഭ്രാന്തനോ?
കുട്ടിമാമ കുട്ടിമാമ മനസ്സിലായില്ലോ ഞാൻ അശോകൻ അശോകനോ? കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. കുട്ടിയമ്മ ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഡോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവേണം? വാട്ട് യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക എന്താ നിന്നെ അല്ലടാ മോനെ അശോക. അശോകന? കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ടൻ നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ടൻ നീ വിളച്ചെടുക്കണ ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ രണ്ട് വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. കുട്ടിമാമ അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്. മാറിയില്ലേ? അശ്വതി ഇയാൾ ഇവിടെയും വന്നോ? മോൾ ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്റെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ല അത്. അമ്മ അവൻ ഇനി ഇതിൽ ഇടപെടണ്ട. ഞാൻ അവനെ കൈകാര്യത്തോളാം. മാറിയില്ലേ? ആർശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ചാ കളി പഠിപ്പിക്കും. ഔട്ട് ഇറങ്ങി കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാറെടുത്തിടത്തിന്റെ കാര്യം എന്താ? മോഷ്ടിക്കാൻ. അല്ല എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ അശോക? മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് ഏതായാലും സത്യമറിയാൻ സുമതിയേട്ടത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടിമാമ. അശ്വതി എന്തേ? അശ്വതി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അശ്വതി? എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കതിനയില് വെള്ളം കോരി ഒഴിച്ചു. എന്തിന്? എന്നോടുള്ള വാശി തീർക്കാൻ. കഥ ഇതുവരെ തീർന്നില്ലേ? എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല. അതിങ്ങനെ മഹാഭാരതം പോലെ കാണ്ടായിട്ട് കിടക്കുകയില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞ് തീരില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, ബാക്കി നാളെ പറയാം. സീരിയലായിട്ട് പറഞ്ഞ എന്റെ ത്രിൽസ് ഉണ്ടാവില്ല. ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന്റെ. ഞാൻ പോട്ടെ, പ്രൊഫസർ വെയിറ്റ് ചെയ്യാണ്. അശ്വതി അശോകേട്ടൻ പോകുന്നില്ലേ? പറഞ്ഞുകൊണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്നത് എങ്ങനെയാ? നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? പടകോളിച്ചണ്ടി മത്സരം. അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന്. പട്ടം പറത്തൽ, ചെസ്, കബഡി, തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. കുറെ നേരം കൊണ്ട് അശോകേട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ? ഏറോണ്ട് അവനെ പൊലിക്കും. എന്നിട്ട് എന്നിട്ടെന്താ? മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം മത്സരമായിരുന്നോ? ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? അശോകേട്ടൻ പറഞ്ഞോളൂ. എന്റെ താളബോധവും അക്ഷരസ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കെട്ട് വീണത്? അശോകേട്ടൻ എന്തിനാ പൊക്കിക്കൊണ്ടുപോയത്?
വിജയശ്രീലാളിതനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ അത് ശരി. ആ ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണേ ഞാനും കൂടെ വരാം. വേണ്ട. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. പടകാടി ചണ്ടി ശങ്കരി വർക്കലി മാർക്കലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കണിയണം. എന്ത് നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പാടാത്തത്? പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടന്റെ പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു. കുട്ടിമാമ കഥവ് തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് ഇരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പിൽ നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പിൽ ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇട കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ തരാം. എടാ, ഞാൻ കേറിയ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. തല ഇവിടെ ഇരിക്കുമ്പോ വാലിരുന്ന് അനങ്ങല്ലടാ. ഡോൾമമ്മായി ഒരു ചായ. ध्यान दे कि कोती च कैसा खा പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരായം ചോദിച്ചില്ലല്ലോ. किया रे അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തി ഹെൽപ്പ് ഹെൽപ്പ്. പൈ ലിപ്സ് രസ്യം മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ടടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. ആ നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഓൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെ പാത്രത്തിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്ക്. കിനു അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. കാഞ്ഞുപോയവൻ മനസ്സിലായല്ലോ? തൈപ്പറമ്പിലെ അശോകൻ. ഒരാഴ്ച കഴിയാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് കൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും. തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത്. ചെക്ക്. എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. अकसटो നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കുമോ? നീ അക്കോഷേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ?
സമാധാനപ്പെടും, നിന്നെ കുറിച്ച് ഞാൻ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല, നമ്മുടെ അപ്പുക്കുട്ടൻ. അമ്പട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം വിത്തിൻ 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. ആരശുമൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോടനെ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. പോടാ. വിട്, അരഞ്ഞണത്തിന്ന് വിട്. ഓഹോ, അമ്പട്ടൻ പാരാ. ആ പാറ. അമ്മച്ചി ഒന്ന് നിൽക്കണേ. ശരി, ഏക്ക് ലഡ്ക ഏക്ക് ലഡ്കി ഇത് വഴി പോകുന്ന ദേഖി. മറുക്കിൻ ചൊല്ലിന. മരത്തിന്റെ മതി. അമ്മച്ചി നേപ്പാളിയാണെങ്കിലും എരപ്പാളിയാണല്ലോ. അശ്വതിക്ക് കാട്ടിൽ എന്താ കാര്യം? അവൾ ഒറ്റയ്ക്ക് കാട് കയറത്തില്ലല്ലോ. കൂടെ അവനും കാണും. അമൃഗം കാട്ടി വെച്ച് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ്. നടത്തൂല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ. അയ്യോ എല്ലാവരും കൂടി പിച്ച് ചീന്തി തന്നെയല്ലേ? അയ്യോ പോടാ. പാരാ. അമ്പട്ടൻ.